ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബോബിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റം, IT ആക്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുന്തി പരാമർശം അവഹേളിക്കാനായിരുന്നില്ലെന്നും വളച്ചൊടിക്കപ്പെട്ടെന്നും ബോബി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം പോലീസ് പിടിച്ചെടുത്ത ബോബിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഇന്നലെ അതിവേഗത്തിലുള്ള നടപടിയായിരുന്നു. നമുക്കറിയാം, കേസെടുക്കുന്നു, തൊട്ടു പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. അക്കാര്യത്തിൽ വളരെയധികം വേഗതയോടുകൂടിയാണ് കേരള പോലീസ് പ്രവർത്തിച്ചത് എന്നുള്ളത് പറയാതെ വയ്യ. ഈ ഘട്ടത്തിൽ ഇനിയൊരു ചോദ്യമുള്ളത് ഇന്നത്തെ കോടതി നടപടികളാണ്. ഈ ഇന്റൻഷൻ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കോടതിയിൽ ഇന്ന് നടക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇന്നത്തെ കോടതി നടപടികളിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥിതി എന്താവാനാണ് സാധ്യത? അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിലുള്ള നടപടിയായിരുന്നു കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 17 മണിക്കൂർ കൊണ്ടാണ്, അതായത് FIR രജിസ്റ്റർ ചെയ്ത് 17 മണിക്കൂർ കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് എറണാകുളം സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തി. രാവിലെ അദ്ദേഹത്തെ വയനാട് നിന്നാണ് പോലീസ് പിടികൂടുന്നത്. തുടർന്ന് അദ്ദേഹത്തെ കൊണ്ടുവരുന്ന വഴി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 1:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് മെമ്മോയിലും അതുതന്നെയാണ്, അക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 2 തവണയാണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇന്നലെ രാത്രിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കൂടാതെ ഇന്ന് പുലർച്ചയോടുകൂടിയും അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ പോലീസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ വിശദമായ മൊഴിയെടുത്തപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പ്രധാനമായ 3 കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഹണി റോസ് മുതലെടുക്കുകയാണ്. ഹണി റോസിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രത്തിന് തന്നെ ബലിയാടാക്കി എന്നുള്ള വാദമാണ് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലു അർജുന്റെ പുഷ്പ 2-ൽ ഇത്തരത്തിലുള്ള നമ്പറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം കേട്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുന്തി പരാമർശം താൻ ബോധപൂർവ്വം നടത്തിയതല്ല, ആ ചടങ്ങിനിടയിൽ സംഭവിച്ചു പോയതാണത്, അതും വളച്ചൊടിക്കുകയായിരുന്നു. 4 മാസം മുമ്പ് നടന്ന സംഭവമാണിത്. ആ സംഭവമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്നുള്ള വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും പോലീസ് അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മൊഴി വിശ്വസിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തോട് പോലീസ് ആവർത്തിച്ച് ചോദിച്ചിരുന്നു, വീഴ്ച പറ്റിയതായി തോന്നുന്നുണ്ടോ എന്നുള്ളത്. അദ്ദേഹം അപ്പോഴെല്ലാം ആവർത്തിച്ച് പറഞ്ഞത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരാതികൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, സമാനമായ രീതിയിലുള്ള തെറ്റുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് ചടങ്ങുകൾക്കിടയിലും ഇദ്ദേഹം ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. രാവിലെ 11 മണിക്ക് ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നാൽ മാത്രമേ ഉച്ചയ്ക്ക് 1 മണി വരെ സമയം പോലീസ് കരുതിയിട്ടുണ്ട്. കാരണം ഇന്നലെ 1:30 ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ളയെ തന്നെയാണ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരും ഇന്നലെ മുഴുവൻ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് 3 വകുപ്പുകൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 3ഉം നോൺ ബൈലോൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. അതിൽ ഒന്ന് IT ആക്റ്റാണ്. അതിനുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. യൂട്യൂബുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ ഓൺലൈൻ മീഡിയകൾ വഴിയും അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആ ഓൺലൈൻ മീഡിയകളിലെ ക്യാമറമാന്മാരെയും റിപ്പോർട്ടർമാരെയും സാക്ഷികളായും പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള തെളിവുകൾ പരമാവധി ശേഖരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, ഹണി റോസ് നൽകിയ പരാതിയിൽ, ആ പരാതിയോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത്തരത്തിൽ അന്ന് ഇൻ്റർവ്യൂകളും ഒപ്പം തന്നെ ഇത്തരത്തിൽ പരാമർശങ്ങളും നടത്തിയിട്ടുള്ള മീഡിയ
സാക്ഷികളെ എല്ലാം വിളിച്ചു വരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പരമാവധി റിപ്പോർട്ടർമാരെയും ഒപ്പം തന്നെ ക്യാമറമാരെയും സാക്ഷികളായി ഉൾപ്പെടുത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ 3 നോൺ ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയുള്ള അതായത് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള വാദം ശക്തമായി തന്നെ നടക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ബോബി ബോബിക്കെതിരെ സഹിനാനടി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റം, ഒപ്പം IT ആക്ട്, ഇത്തരം വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു എന്നാണോ? കാര്യം ഇന്നലെയൊക്കെ പല നിയമ വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരത്തിൽ ഈ ഇന്റൻഷൻ വേഴ്സസ് ഈ പെർസെപ്ഷൻ എന്നുള്ളതാണ്. അതായത് ഇതാണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചത് എന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഈ പരാമർശം ഇത്തരത്തിലായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കോടതിയിൽ പറ്റണം. അതാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള നടപടിയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നലെയും നമ്മൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്നത് കുന്തി ദേവി എന്ന് പറയുന്നത് തെറ്റായി പരാമർശിക്കാൻ കഴിയുകയില്ല. അതെങ്ങനെയാണ് കോടതിയിൽ വരുമ്പോൾ കുന്തി ദേവി മറ്റെന്തെങ്കിലും രീതിയിലാണ് സംസാരിച്ചതെന്ന് ഏത് രീതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം മറ്റ് ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ എവിഡൻസോടുകൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് തന്നെ പാരയാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പരമാവധി ഓൺലൈൻ മീഡിയകളുടെയും യൂട്യൂബർമാരെയും എല്ലാം വിളിച്ചു വരുത്തി ഞങ്ങൾ സാക്ഷിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കും, ഇത് തെളിയിക്കാൻ കഴിയും എന്നുള്ള ഒരു വാദമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൃത്യമായി തെളിയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഇപ്പോഴും കുന്തി ദേവി പരാമർശത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതല്ല, ഇദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് പരാമർശങ്ങളുണ്ട്. അതെല്ലാം പോലീസ് കൃത്യമായി തന്നെ തെളിവായി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ എത്രയെല്ലാം അധിക്ഷേപിക്കാൻ കഴിയുമോ ആ രീതിയിൽ ഇദ്ദേഹം അധിക്ഷേപിക്കാൻ നോക്കിയിട്ടുണ്ട്. അവരുടെ ശരീരഘടനയെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് അവരെ പുകഴ്ത്തി പറയുന്നതായി പറഞ്ഞാലും അത് ലൈംഗിക ചുവയോടെയുള്ള സംസാരമായി കരുതാം എന്നുള്ളത് തന്നെയായിരുന്നു. അത്തരം വാദങ്ങളായിരിക്കും പോലീസ് എന്തായാലും കോടതിയിൽ ഉന്നയിക്കുക. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഇന്നലെ മുഴുവൻ അദ്ദേഹം സെല്ലിലായിരുന്നു. ഈ കാണുന്നതാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പ്രധാനമായിട്ടും 2 സെല്ലുകളാണുള്ളത്. ഒന്ന് മുഴുവൻ ഇരുമ്പ് കമ്പികളാൽ നിർമ്മിച്ച സെല്ലുണ്ട്. മറ്റൊന്ന് ഭാഗികമായി മാത്രം ഇരുമ്പ് കമ്പികളുള്ള 2 സെല്ലുകളാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുള്ളത്. ആ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ കാണുന്നത് പോലെ തന്നെ പോലീസുകാരെല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ 2 സെല്ലുകളിൽ ഒന്നിലാണ് ബോബി ചെമ്മണ്ണൂരിന് കിടക്കേണ്ടി വരിക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുഴുവൻ അദ്ദേഹം സെല്ലിലായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി മാത്രമാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതാണെന്ന് കൃത്യമായി തന്നെ പോലീസിന് മുന്നിൽ പറയുവാൻ ഇവർക്ക് കഴിയും, അല്ലെങ്കിൽ പോലീസിന് കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് പോലീസിന് കൃത്യമായി തെളിയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോടതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇതിലെ ഒരു ലൈംഗിക ചുവയുണ്ടോ, അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട ഭാഷയാണ് എന്നെങ്ങനെ തെളിയിക്കാൻ കഴിയും? ഈ ചോദ്യം മണിക്കൂറുകളായി നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. അത് പല അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾക്ക് സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. അവരെല്ലാം പറയുന്നത് ഇതിന് സാക്ഷികളെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാദം നിലനിർത്താനും പോലീസിന് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ഭാവിയിലേക്ക് ഈ ഉള്ള സാക്ഷികളെ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര, ശരി. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച ഇന്ന് നിർണായകമാണ്. ഈ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തുടർ നടപടികൾ, കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.